അമ്പലത്തിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു കാര്യമായിട്ടുള്ളൊരു സാധനം മറന്നുപോയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും ബവീച്ച് ഇറങ്ങിയതാണ്. അതും വാങ്ങിച്ച് വരുന്ന വഴിയിൽ ബവീച്ച് പറഞ്ഞു എനിക്കൊരു ഗോലി സോഡ കുടിച്ചേ മതിയാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഗോലി സോഡ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഇവിടെ ഇല്ല, ഉള്ളത് മുഴുവൻ നിങ്ങൾ കുടിച്ചു, എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഓരോ ലൈം സോഡ തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഓരോ ലൈം സോഡ വാങ്ങിച്ച് കുടിച്ചു. എൻ്റെ ഭഗവാനെ, അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. ഈ യാത്രയിൽ എത്രത്തോളം സോഡയും വെള്ളവും ഒക്കെ കുടിച്ചെന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല കേട്ടോ. അത്രയ്ക്ക് ദാഹമായിരുന്നേ. അങ്ങനെ നമ്മൾ നേരെ ബൈന്ദൂരിലേക്ക് ബസ് കയറി. ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഛർദിൻ്റെ ഗുളികയൊക്കെ രാവിലെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം തലേ ദിവസം നല്ല അസ്സിൽ വാള് വെച്ചുകൊണ്ട് തന്നെ യാത്ര തുടങ്ങിയപ്പോഴേ വസുവും സാൻവിയും ഒറ്റ ഉറക്കാണേ. ഞാനും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സമയം ഏകദേശം ഒരു 10:15 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബൈന്ദൂരിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 11:50 ട്രെയിന് ലേറ്റ് ആയിട്ട് 1:15 വരൂ എന്നുള്ളത്. ഇതേ വെള്ളം കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പല തരത്തിലുള്ള വെള്ളങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞിക്കൊമ്പയിലുള്ളത്. വെള്ളം കുടിച്ചിട്ട് തന്നെ നമുക്ക് ഫുഡിനോടുള്ള ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അതിനിടയിൽ വസു ഒരു അപ്പിയൊക്കെ അവിടെ നിന്നിട്ട് അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.